ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണം. പൊതുമധ്യത്തിൽ നാണം കെട്ട് ബിലാൽ ഭൂട്ടോ. ഐക്യരാഷ്ട്രസഭയിലെ പത്രസമ്മേളനത്തിൻ്റെ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ നാണം കെട്ട് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി ചെയർമാനുമായ ബിലാൽ ഭൂട്ടോ. അതായത് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കുന്നതിനിടെ ഇന്ത്യയെക്കുറിച്ച് നടത്തിയ തെറ്റായ പ്രസ്താവന മാധ്യമപ്രവർത്തകൻ പൊളിച്ചടുക്കിയതോടെയാണ് ബിലാൽ ഭൂട്ടോ പരസ്യമായി ഇളിഭ്യനായത്. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിനായിരുന്നു ഈ സംഭവം. അതായത് പഹൽഗാം ആക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനായി രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നു എന്നാണ് ബിലാൽ ഭൂട്ടോ ഇന്ത്യക്കെതിരായി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പതറി. ബിലാൽ ഭൂട്ടോയുടെ തെറ്റായ വാദത്തെ കേണൽ സോഫിയ ഖുറേഷി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരണങ്ങൾ നൽകിയ വാർത്താ സമ്മേളനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമപ്രവർത്തകർ പൊളിച്ചടുക്കിയത്. അതായത് കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇരുഭാഗത്തുമുള്ള വിശദീകരണങ്ങൾ കണ്ടിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം നൽകിയവരിൽ മുസ്ലിം സൈനിക ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇങ്ങനെ മാധ്യമപ്രവർത്തകർ പറഞ്ഞതോടെ അസ്വസ്ഥനായ ബിലാൽ ഭൂട്ടോ ഏതാനും വാക്കുകളിൽ മറുപടി നൽകി. സൈനിക ഓപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നായിരുന്നു അസ്വസ്ഥനായ ബിലാൽ ഭൂട്ടോ മറുപടി നൽകിയത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കാനാണ് ബിലാൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പ്രതിനിധികൾ US-ലെത്തിയത്. ഭീകരവാദത്തിനെതിരായും പാകിസ്ഥാൻ ഭീകരർക്ക് നൽകുന്ന പിന്തുണയും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനായി ഇന്ത്യ വിവിധ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ഇതേ രീതിയിൽ പ്രതിനിധി സംഘങ്ങളെ അയച്ചത്.